നമസ്കാരം. ഞാൻ റുസോ. നമ്മൾ പറയുന്ന ഓരോ വാക്കും എനർജിയാണ്. അത് നമ്മൾ എന്തു പറയുന്നു അതുപോലെ സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്നു മുതൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ ഇപ്പോൾ ചിലർ പറയും ഒരു 2 ലക്ഷം രൂപ കിട്ടിയ എൻ്റെ പ്രശ്നം തീരും, അവർ ഇവിടെ ഇല്ലാണ്ടായാൽ എൻ്റെ പ്രശ്നം തീരും. അത് വെറും തോന്നൽ മാത്രമാണ്. അവരൊക്കെ ഇവിടെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്തില്ല എങ്കിൽ നമുക്കതിൽ നിന്ന് ഒരു സ്ഥലത്ത് പ്രശ്നം കണ്ടിട്ട് വേറൊരു സ്ഥലത്തോട്ട് ഓടി അവിടെയും നമുക്ക് ഇതേപോലത്തെ പ്രശ്നക്കാരെ കാണാൻ പറ്റും. അതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റാണ്. അപ്പോൾ നമ്മൾ കാണാറുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ 1-ാം ക്ലാസ്സിലെ ഓരോ അക്ഷരങ്ങൾ എഴുതാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നു. അത് 2-ാം ക്ലാസ്സിലാവുമ്പോഴത്തേക്കും നമുക്കത് എളുപ്പമായിട്ട് വരുന്നു. അതുപോലെയാണ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് സോൾവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ പ്രശ്നത്തിൽ നമ്മൾ എക്സ്പേർട്ടായി. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു കറി നമുക്കറിയില്ല, ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് അത് പിന്നെ എക്സ്പേർട്ടായി. പിന്നെ നമുക്കത് ഒരു കടലാസ് പോലും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെയാണ് പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ചില ആൾക്കാരുടെ ഒരു പ്രശ്നമാണ്, അവർ നടക്കുമ്പോൾ എവിടെയെങ്കിലും ഉടനെ തന്നെ അതിനെ പ്രാഗി. മഴ കണ്ടു, ഒടുക്കത്ത മഴ, അതുപോലെ ഒരു സാധനം കണ്ടില്ല, ഈ നാശം പിടിച്ച പിച്ചാത്തി എവിടെ പോയി, ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളും ഓരോരുത്തർ ചെയ്യണം. പിന്നെ നമ്മൾ തിരക്ക് പിടിക്കണ്ട, പതുക്കെ സമാധാനത്തിൽ ചെയ്തിട്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷം കിട്ടും. പക്ഷെ നമ്മൾ എന്താണ് പറയുന്നതെന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. നടക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിച്ച് നടന്നാൽ ഇന്ന് തട്ടി വീഴാതെ വളരെ സന്തോഷമായിട്ട് ഈ മനോഹരമായ സ്ഥലത്ത് ജീവിക്കാൻ പറ്റും. ഒന്ന് ശ്രമിച്ചു നോക്കൂ. താങ്ക് യു.